കൊല്ലം ജില്ലയിലെ പുനരൂരിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുഞ്ഞുബാലൻ പിന്നീട് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെല്ലാം നെഞ്ചും വിരിച്ച് നേരിട്ട് പണിതുയർത്തിയ ഒരു സ്വപ്ന സാമ്രാജ്യത്തിന്റെ കഥയുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ശേഷം ഒരു കോളേജിൽ ജോലിക്ക് കയറി അവിടെ എത്തുന്ന മലയാളി കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തു നൽകിയും അവരെ സഹായിച്ചും അയാൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ പരസ്യങ്ങളിൽ മാത്രം വാഗ്ദാനം നൽകി പ്രവർത്തിച്ച ആ കോളേജ് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും കുട്ടികൾക്ക് നൽകാതെ വന്നപ്പോൾ അതിന്റെ മുഴുവൻ പാപഭാരങ്ങളും അയാൾ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ അവിടെ നിന്നും എല്ലാം അവസാനിപ്പിച്ചിറങ്ങിയ ആ ചെറുപ്പക്കാരൻ മധുരയിലെ ഒരു കോളേജ് ലീസിനെടുത്ത് നടത്തി അത് വിജയത്തിലാക്കി പോകവേ ചില സുഹൃത്തുക്കളെയും പങ്കാളികളാക്കുന്നു. അങ്ങനെയെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകവേ വീണ്ടും ചില പ്രതിസന്ധികൾ അശനിപാതം പോലെ അയാൾക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം പരാജയങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന കാലം. അങ്ങനെ എനിക്കൊരു യാത്രയിൽ പരിചയപ്പെട്ട വൈദികന്റെ നിർദ്ദേശപ്രകാരം തെങ്കാശിയിലെ 2500 സ്ക്വയർ ഫീറ്റ് വാടക കെട്ടിടവും തന്നെ വിശ്വസിച്ചു വന്ന 80 കുട്ടികളുമായി വീണ്ടും അയാൾ ആ സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നു. എന്നാൽ ചിലരുടെ ഇടപെടലുകൾ മൂലം ഇൻസ്പെക്ഷൻ അടക്കം പല കാര്യങ്ങളും അയാൾക്ക് എതിരാകുന്നു എന്ന് മാത്രമല്ല, കൊറോണയുടെ വരവും ലീസിനെടുത്ത കെട്ടിടവും അതോടൊപ്പം നഷ്ടമാകുന്നു. എന്നാൽ അവിടെയും അയാൾ തകർന്നില്ല, തളർന്നില്ല. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കടം വാങ്ങിയ പണവും കൊണ്ട് ബിനു എന്ന ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നം ആ കൊറോണ കാലത്ത് കെട്ടിപ്പൊക്കി. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. തുടരെ പരാജയങ്ങളുടെ പടുകുഴിയിൽ വീണ അതേ മനുഷ്യൻ ഇന്ന് 10,000 കുട്ടികളുടെ ചെയർമാൻ ബ്രോയാണ്. നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും വിജയത്തിന്റെയും വാതിൽ തുറന്നു നൽകുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അമരക്കാരനാണ്. പറഞ്ഞു വന്നത് ബിനുവിന്റെ കഥയാണ്. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കഥയാണ്.